അമേരിക്ക ഇറാൻ വാർ സമാധാന കരാർ അവസാനിക്കുന്നു. പശ്ചിമേഷ്യയിൽ ഇനി എന്ത്? അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന് ഒരു സമാധാനപരമായ അവസാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഒരിക്കൽ ലോകത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ പ്രതീക്ഷ വീണ്ടും മങ്ങുകയാണ്. വെടിനിർത്തൽ കരാർ തകർന്നതിന് പിന്നാലെ അമേരിക്കയും ഇറാനും വീണ്ടും നേർക്കുനേർ. ഹോർമൂസ് കടലിടുക്ക് ഇപ്പോഴും ആഗോള ആശങ്കയുടെ കേന്ദ്രത്തിലാണ്. സമാധാന ചർച്ചകൾ സ്തംഭിച്ചിരിക്കുകയാണ്. എണ്ണവില ഉയരുന്നു. ഗൾഫ് രാജ്യങ്ങൾ ആശങ്കയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇത് വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്കാണോ പോകുന്നത് എന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേനിയും തമ്മിലുള്ള ഈ ശക്തി പരീക്ഷയിൽ ഇനി ആര് വഴങ്ങും? സമാധാന കരാർ എങ്ങനെ തകർന്നു? ആദ്യം സംഭവങ്ങളുടെ പശ്ചാത്തലം മനസ്സിലാക്കണം. അമേരിക്കയും ഇറാനും തമ്മിൽ വലിയ സൈനിക സംഘർഷത്തിന് പിന്നാലെ ജൂണിൽ ഒരു ഇടക്കാല സമാധാന ധാരണയിലെത്തിയിരുന്നു. ഈ ധാരണയുടെ ലക്ഷ്യം സൈനിക നടപടികൾ അവസാനിപ്പിക്കുക, ചർച്ചകൾ തുടരുക, ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. പക്ഷെ ഈ ധാരണയ്ക്ക് അധികം ആയുസ്സുണ്ടായില്ല. ജൂലൈ 7 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരാർ അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചു. അതിനു പിന്നാലെ ഇറാനും കരാർ മരവിപ്പിച്ചു. അങ്ങനെ സമാധാനത്തിന്റെ വാതിൽ തുറന്നതുപോലെ തോന്നിയിടത്ത് വീണ്ടും സംഘർഷത്തിന്റെ വാതിലാണ് തുറന്നത്. ആരാണ് കരാർ ലംഘിച്ചതെന്ന് ഇരുപക്ഷത്തിനും വ്യത്യസ്ത വാദമാണ്. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത്. അമേരിക്ക പറയുന്നത് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള വാഗ്ദാനം പാലിച്ചില്ല എന്നാണ്. എന്നാൽ ഇറാന്റെ വാദം മറ്റൊന്നാണ്. അമേരിക്ക തങ്ങളുടെ ഭാഗത്തെ ഉപരോധങ്ങൾ നീക്കിയില്ലെന്നും മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുകൊടുത്തില്ലെന്നും ഇറാൻ ആരോപിക്കുന്നു. അതായത് ഇരുപക്ഷവും പറയുന്നത് ഒരേ കാര്യമാണ്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ വാഗ്ദാനം പാലിക്കൂ എന്നത്. ഈ പരസ്പര അവിശ്വാസമാണ് സമാധാന ചർച്ചകളുടെ ഏറ്റവും വലിയ തടസ്സം. ഓഗസ്റ്റ് 12 റിപ്പോർട്ടുകൾ പ്രകാരം കരാർ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. പാകിസ്ഥാനും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നുവെങ്കിലും നേരിട്ടുള്ള അമേരിക്ക ഇറാൻ ചർച്ചകൾ മുന്നോട്ട് പോകുന്നില്ല. ട്രംപിന്റെ നിലപാട് എന്താണ്? ട്രംപിന്റെ രാഷ്ട്രീയ ശൈലി തന്നെ സമ്മർദ്ദം ചെലുത്തുന്നതാണ്. ഇറാനെതിരെ ശക്തമായ സാമ്പത്തികവും സൈനികവുമായ സമ്മർദ്ദം തുടരണമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതേസമയം ചർച്ചകൾ പൂർണ്ണമായും അവസാനിച്ചു എന്ന് പറയാനും കഴിയില്ല. ഓഗസ്റ്റ് ആദ്യ വാരത്തിൽ തന്നെ ട്രംപ് ഇറാനുമായി ചർച്ചകൾ നടക്കുന്നതായി പറഞ്ഞിരുന്നു. ഇറാന് ഇതൊരു നല്ല കരാർ സ്വീകരിക്കാനുള്ള അവസാന അവസരം പോലെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. പക്ഷെ ഇറാനോട് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ടെഹ്റാൻ തയ്യാറാണോ? അതാണ് വലിയ ചോദ്യം. ഇറാന്റെ മറുപടി ആദ്യം അമേരിക്ക പിന്നോട്ട് പോകണം എന്നാണ്. ഇറാന്റെ നിലപാട് കൂടുതൽ കടുപ്പമുള്ളതാണ്. അമേരിക്ക ആദ്യം മുൻ കരാർ വ്യവസ്ഥകളിലേക്ക് തിരിച്ചു വരണം എന്നാണ് ടെഹ്റാൻ ആവശ്യപ്പെടുന്നത്. അതായത് ഉപരോധങ്ങളിൽ ഇളവ് വേണം, മരവിപ്പിച്ച ആസ്തികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കണം, ഇറാന്റെ പരമാധികാരത്തെ അംഗീകരിക്കണം, അതിനുശേഷമേ അടുത്ത ഘട്ട ചർച്ചകളെ കുറിച്ച് ചിന്തിക്കൂ എന്നാണ് ഇറാന്റെ നിലപാട്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഓഗസ്റ്റ് 17 വീണ്ടും ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനെ കുറിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്ന് വ്യക്തമാക്കി. ഇതോടെ സമാധാന ചർച്ചകൾ വീണ്ടും അനിശ്ചിതത്വത്തിലായി. ഹോർമൂസ് ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ ആയുധമാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിൽ ഒന്നാണ് ഹോർമൂസ്. ഇവിടെ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടാൽ അതിന്റെ പ്രത്യാഘാതം ഇറാനിലോ അമേരിക്കയിലോ മാത്രം ഒതുങ്ങുന്നില്ല, ലോകത്തെ മുഴുവൻ അത് ബാധിക്കും. ഇപ്പോൾ തന്നെ ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം വലിയ തോതിൽ കുറഞ്ഞിരിക്കുകയാണ്. ഓഗസ്റ്റ് 15 5 കപ്പലുകൾ മാത്രമാണ് കടന്നുപോയത്. മുന്നത്തെ ദിവസങ്ങളിലെല്ലാം 31 കപ്പലുകൾ കടന്നു പോയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇത് വലിയ ഇടിവാണ്. ഓഗസ്റ്റ് 16 ഒരു കപ്പലും കടന്നു പോയിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ഇതിന്റെ ഫലമായി എണ്ണ വില ഉയരുകയാണ്. ബ്രന്റ് ക്രൂഡ് വില ഏകദേശം $89.40 വരെ ഉയർന്നു. WTI $82.83 വരെയും എത്തി. അതിനർത്ഥം ഒരു കാര്യം വളരെ വ്യക്തമാണ്. അമേരിക്ക ഇറാൻ സംഘർഷം ഇനി ഒരു പ്രാദേശിക യുദ്ധം മാത്രമല്ല, ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയും നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. ഇനി ഇന്ത്യയെ ഇതെങ്ങനെ ബാധിക്കും? ഇന്ത്യക്കും ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്ത്യയുടെ വലിയൊരു വിഭാഗം ഊർജാവശ്യകത ഇറക്കുമതിയിലൂടെ നിറവേറ്റുന്നതാണ്. ഹോർമൂസ് വഴിയുള്ള എണ്ണ ഗതാഗതം ദീർഘകാലം തടസ്സപ്പെട്ടാൽ എണ്ണ വില ഉയരാം, ഗതാഗത ചെലവ് ഉയരാം, വ്യവസായ മേഖലയിലെ ചെലവുകൾ വർദ്ധിക്കാം, അതിനൊപ്പം പണപ്പെരുപ്പത്തിനും സമ്മർദ്ദമുണ്ടാകാം. അതിനാൽ ഇറാന്റെ മിസൈലുകൾ ടെഹ്റാനിലോ ഗൾഫ് മേഖലയിലോ മാത്രമല്ല, അതിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഇന്ത്യയിലെ സാധാരണക്കാരന്റെ ജീവിതത്തിലും എത്താൻ സാധ്യതയുണ്ട്. ഇനി യുദ്ധം വീണ്ടും തുടങ്ങുമോ? ഇതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം. ഇപ്പോൾ തന്നെ വീണ്ടും പൂർണ്ണ യുദ്ധം തുടങ്ങുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. കാരണം ഇരുപക്ഷത്തിനും യുദ്ധത്തിന്റെ വില വളരെ വലുതാണ്. അമേരിക്കയ്ക്ക് ദീർഘകാല മിഡിൽ ഈസ്റ്റ് യുദ്ധം വലിയ സാമ്പത്തികവും സൈനികവുമായ ബാധ്യതയാകും. ഇറാനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായ യുദ്ധം സമ്പദ് വ്യവസ്ഥയിലും ജനജീവിതത്തിലും വലിയ സമ്മർദ്ദമുണ്ടാക്കും.
അതുകൊണ്ട് ഇരുപക്ഷവും പരസ്യമായി കടുത്ത നിലപാട് സ്വീകരിച്ചാലും പിന്നാമ്പുറ നയതന്ത്ര ശ്രമങ്ങൾ തുടരാനുള്ള സാധ്യതയുമുണ്ട്. അമേരിക്ക ഇതിനകം തന്നെ പുതിയ മധ്യസ്ഥരുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഓസ്ട്രിയയും ഗ്രീസും പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഇറാനുമായും അമേരിക്കയുമായും ആശയവിനിമയം നടത്തുന്നുണ്ട്. ഹോർമൂസ് തുറക്കുക എന്ന വിഷയമാണ് ഈ നയതന്ത്ര ശ്രമങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. പശ്ചിമേഷ്യ ഇനി എങ്ങോട്ട്? ഇപ്പോൾ പ്രധാനമായും 3 സാധ്യതകളാണ് മുന്നിലുള്ളത്. ഒന്നാമത്തേത് പുതിയ സമാധാന കരാർ. പാകിസ്ഥാൻ, ഖത്തർ, മറ്റ് രാജ്യങ്ങൾ എന്നിവരുടെ മധ്യസ്ഥതയിൽ പുതിയൊരു കരാർ ഉണ്ടാകാം. ഇത് സംഭവിച്ചാൽ ഹോർമൂസ് തുറക്കുകയും എണ്ണവിലയിലെ സമ്മർദ്ദം കുറയുകയും ചെയ്യും. രണ്ടാമത്തേത് നീണ്ടു നിൽക്കുന്ന സംഘർഷം. പൂർണ്ണ യുദ്ധമില്ല, പക്ഷെ ആക്രമണങ്ങളും ഉപരോധങ്ങളും ഭീഷണികളും തുടരും. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും അപകടകരമായ നിലയ്ക്കാത്ത യുദ്ധം. മൂന്നാമത്തേത് വീണ്ടും വലിയ സൈനിക ഏറ്റുമുട്ടൽ. ചർച്ചകൾ പൂർണ്ണമായും പരാജയപ്പെട്ടാൽ ഹോർമൂസ് കൂടുതൽ അടച്ചിടപ്പെടുകയോ അമേരിക്കൻ അല്ലെങ്കിൽ ഇറാനിയൻ സൈനിക നടപടികൾ ശക്തമാകുകയോ ചെയ്താൽ സ്ഥിതി വളരെ വേഗത്തിൽ മോശമാകാം. അങ്ങനെ സംഭവിച്ചാൽ ഇസ്രയേല്, ഗൾഫ് രാജ്യങ്ങൾ, ഇറാഖ്, ലെബനൻ, യമൻ തുടങ്ങി മുഴുവൻ പശ്ചിമേഷ്യയും വീണ്ടും വലിയ സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കപ്പെടും. അപ്പോൾ ഇപ്പോഴത്തെ ചിത്രം എന്താണ്? സമാധാനം അവസാനിച്ചിട്ടില്ല, പക്ഷെ സമാധാനത്തിലേക്കുള്ള വഴി വളരെ ദുഷ്കരമായിരിക്കുകയാണ്. അമേരിക്ക പിന്നോട്ട് പോകാൻ തയ്യാറല്ല, ഇറാനും കീഴടങ്ങാൻ ഒട്ടും തയ്യാറല്ല. ഹോർമൂസ് ഇപ്പോഴും സമ്മർദ്ദത്തിന്റെ കേന്ദ്രമാണ്. എണ്ണവില ഉയരുന്നു, നയതന്ത്ര ചർച്ചകൾ സ്തംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളും ആഴ്ചകളും പശ്ചിമേഷ്യയുടെ ഭാവി തീരുമാനിക്കുന്നതിൽ നിർണായകമായിരിക്കും. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. യുദ്ധം തുടങ്ങാൻ ഒരു തീരുമാനം മതി, പക്ഷെ യുദ്ധം അവസാനിപ്പിക്കാൻ പല രാജ്യങ്ങളുടെയും സമ്മതവും വിശ്വാസവും രാഷ്ട്രീയ ഇച്ഛാശക്തിയും വേണം. അമേരിക്കയും ഇറാനും വീണ്ടും ചർച്ചയുടെ മേശയിലേക്ക് മടങ്ങുമോ, അതോ ഹോർമൂസിൽ നിന്ന് വീണ്ടും യുദ്ധത്തിന്റെ തീ ഉയരുമോ? ഇനി പശ്ചിമേഷ്യ കാത്തിരിക്കുന്നത് സമാധാനമാണോ അതോ മറ്റൊരു വലിയ യുദ്ധമാണോ എന്നത് വരും ദിവസങ്ങൾ തീരുമാനിക്കും.